ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഏപ്രിൽ 15 സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 4ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ നമ്മുടെ ആദ്യത്തെ 3 വീഡിയോ കാണാത്തവർ ഇതിന് ശേഷം പോയി കാണുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോസിലും നൽകിയിട്ടുള്ളത് പോലെയുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്വദേശ് മെഗാ ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇതുപോലെയുള്ള സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും കാണുക. കാരണം നിങ്ങളുടെ സിലബസിൽ 90% സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓരോ ചോദ്യത്തിന് ശേഷം ഒരു ടൈമർ തന്നിട്ടുണ്ടാവും. അതിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം ഇതാണ്: ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? ഉത്തരം 1930. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഉപ്പു സത്യാഗ്രഹം നടന്നത് 1930-ലാണ്. മറ്റൊരു സമരം കൂടി ഓർത്തു വെക്കുക, ക്വിറ്റ് ഇന്ത്യ സമരം 1942-ലാണ് നടന്നത്. ഈ 2 സമരവും അത് നടന്ന വർഷവും ഇമ്പോർട്ടന്റ് ആണ്. വീഡിയോയിലെ 2ാമത്തെ ചോദ്യം: മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹം. സത്യാഗ്രഹം നടന്ന വർഷം മറക്കരുത്, 1917. വീഡിയോയിലെ 3ാമത്തെ ചോദ്യം: ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? ഉത്തരം 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കൻ ജീവിതം മനസ്സിലാക്കി ഗാന്ധിജി ഇന്ത്യയിലെത്തിയ വർഷം 1915 ദിവസം ജനുവരി 9. ഈ വീഡിയോയിലെ 4ാമത്തെ ചോദ്യം: ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ആദ്യം തന്നെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയുടെ പേര് കഴ്സൺ പ്രഭു ആണ്. ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണിത്. ഉത്തരം ലോർഡ് കഴ്സൺ. അതുപോലെ തന്നെ ബംഗാൾ വിഭജനം നടന്ന വർഷം ചോദിക്കാറുണ്ട്. ഉത്തരം 1905 ആണ്. ഈ ചോദ്യത്തിൽ തന്നെ ആ ഒരു ചോദ്യം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. അതായത് ലോർഡ് റിപ്പൺ ആണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉത്തരം റിപ്പൺ പ്രഭു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? ഉത്തരം തത്വബോധിനി എന്നാണ് ആ പത്രത്തിന്റെ പേര്. അതായത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹം ഈ ഒരു ദേശീയ ഗാനം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി എന്ന് പറയുന്ന പത്രത്തിലാണ്. വീഡിയോയിലെ 7ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതാണ്? ഉത്തരം സുബൈദാർ എന്ന പദവിയാണ്. അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാരനായ ഒരു പട്ടാളക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ് സുബൈദാർ എന്ന പദവി. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത്? ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഉത്തരം 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. തീയതി കൂടി ഓർത്തു വെക്കുക. അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ കൂടി വർഷം എന്തായാലും ഓർത്തിരിക്കണം. തീയതി ഏപ്രിൽ 15. വീഡിയോയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 1857 1ാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ്? 1857 1ാം സ്വാതന്ത്ര്യ സമരം നടന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെ ബ്രിട്ടീഷുകാർ കളിയാക്കി വിളിച്ചത് ശിപ്പായി ലഹളയാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നടന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ മീററ്റ്. ഉത്തരം മീററ്റ് ഇൻ ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്?
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദീറാം ബോസ് ആണ്. അദ്ദേഹത്തിന് 18 വയസ്സായിരുന്നു. ഉത്തരം ഖുദീറാം ബോസ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം ഇതാണ്: ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. അതായത് 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകന്റെ പേരാണ് സ്വാമി വിവേകാനന്ദൻ. ചോദ്യം നമ്പർ 12: സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ആളാണ് ലാലാ ലജ്പത് റായ്. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ലാലാ ലജ്പത് റായ്. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം: 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വി ഡി സവർക്കർ. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ചോദ്യം. ഉത്തരം വി ഡി സവർക്കർ. അതായത് 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ ആണ്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം: ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന പേരിൽ അറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതുവരെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം അംഷി നാരായണപിള്ള. അതായത് വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ഗാനം രചിച്ചിരിക്കുന്നത് അംഷി നാരായണപിള്ളയാണ്. 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അംഷി നാരായണപിള്ള. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആര്? ഉത്തരം അറിയുന്നവരെല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം നൽകുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. പേര് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. നമുക്കിനി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിന്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ശിപ്പായി ലഹള നടന്ന വർഷം ഏതാണ്? ഉത്തരം 1857 ആണ്. നിങ്ങൾക്കറിയാം, ഇതിനെയാണ് നമ്മൾ തൊട്ട് മുമ്പ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. ആരൊക്കെയാണ് ശരി ഉത്തരം കമന്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ അലൈദ സൈറ, പാർത്ഥിവ്, ഇഷ ഫാത്തിമ, ദക്ഷിണ എസ്, കൈലാഷ്, ഷോനിത്, ജാനകി MB, മിത്ര രൂപേഷ്, ഫിദ ഫാത്തിമ, സാവേരി ജിനേഷ്, തെരേസെ ജോബി, അതുപോലെ തന്നെ സഫ CM, റിസ്വാന MM, സൽവ, അമയ ഗൗരി, പുഷ്പ എന്നിവരാണ്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 4ാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതോടുകൂടി തന്നെ നമ്മൾ കുറെ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ നല്ലൊരു മാർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ മറ്റ് 3 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.